ഇനി പറയുകയാണെങ്കിൽ വിജയ് സേതുപതിയെ കണ്ട ഭയങ്കര സന്തോഷം പങ്കുവെച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. വിജയ് സേതുപതി എന്താണ് വിജയ് സേതുപതിയോട് ഇത്രയും ആരാധന ഇഷ്ടം? അയാൾ നല്ലൊരു നടനാണ്. അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് ഫീൽ ചെയ്തു. അയാളൊരു ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാവരോടും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടൊക്കെയുള്ളൊരു ഇഷ്ടം. പ്യുവർ സോളാണ്. അതും പറയാം, ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂസ് അതിലുള്ള കണ്ടിട്ടുള്ളത്. അത് നമുക്ക് ആരെയും അങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ആരെയും ഞാൻ അങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് അയാളുടെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടം തോന്നി എന്നുള്ളതാണ്. എങ്ങനെയാണ് കണ്ടത്? ചായയൊക്കെ വാങ്ങി തന്നു, പക്ഷെ ചായ വാങ്ങിച്ചല്ല, പുള്ളി പറഞ്ഞിരുന്ന ചായ എനിക്ക് തന്നിട്ട് പുള്ളി അടുത്ത് വേറെ കോഫി മേക്ക് ചെയ്യായിരുന്നു. അപ്പം മധുരൂടാത്ത ചായയായിരുന്നു, പക്ഷെ ഏറ്റവും കൂടുതൽ മധുരം തോന്നിയതാണെന്ന് പറഞ്ഞു. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇടപെടുകയാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത്. ഉമ്മ എന്നോ? ഞാൻ അങ്ങോട്ട് ഒരു മുഖത്ത് പുള്ളിയും എനിക്കൊരു ഉമ്മ വന്നു. ഫോട്ടോ ഉണ്ട് എൻ്റെ. അപ്പോൾ അതൊരു മക്കൾ സെൽവൻ. അപ്പോൾ അദ്ദേഹത്തിന് കൂടെയൊക്കെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടോ അതിൻ്റെ എന്തെങ്കിലും? 18 പടി കഴിഞ്ഞപ്പോൾ അഭിനയിക്കേണ്ടതായിരുന്നു. കോവിഡ് കൊണ്ടുപോയതാണ്. ആണോ? അതേതായിരുന്നു സിനിമ? ഒരു തമിഴ് പടം, മലയാളം പടം ഉണ്ടായിരുന്നത്, കോവിഡ്. അപ്പോൾ ഇനി അതൊന്നും മുടങ്ങിയത് ഇനി വേറെ ഒരു അറിയില്ല. ഞാൻ വറീഡല്ലേ ഇപ്പോൾ, സംഭവിക്കട്ടെ എന്നുള്ള. ഞാൻ പറഞ്ഞില്ല, അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയത്തില്ല. അടുത്ത നിമിഷത്തെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് പോകും. കാരണം അടുത്ത മൊമെന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് വിജയ് സേതുപതി എന്താ പറഞ്ഞു തന്നെ? അല്ല, എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞു? ഞാൻ കുറേ നേരം ഞങ്ങളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു. ക്യാരക്ടറൊക്കെ അഭിനയിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തോ? പുള്ളി ഇങ്ങനെ പറഞ്ഞു, യു ആർ എ ബ്ലെസ്ഡ്, യു ആർ സൂപ്പർ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ്, വെരി ബ്ലെസ്ഡ്, അങ്ങനെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അതൊക്കെ മൈൻഡിലെടുത്തു. എടുക്കും, അങ്ങനെ എല്ലാം എടുക്കാറില്ല.